കാസ പിടിക്കേണ്ട കൈകൾ കല്ല് ചുമക്കുമ്പോൾ. സ്നേഹോത്സവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർക്ക് ക്യാമ്പെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും പിടികിട്ടും. ഇനിയും മനസ്സിലാകാത്തവർക്കായി ഒരു ചെറിയ വീഡിയോ കാണിക്കാം. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ ഭൂരിഭാഗവും വൈദിക വിദ്യാർത്ഥികളാണ്. ഇന്നോ നാളെയോ വൈദികരാവേണ്ടവരാണ്. അവർ ഒന്നല്ല രണ്ടല്ല ഏകദേശം 90-നടുത്ത ആളുകൾ വരും. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരാം, ഇവരെല്ലാവരും കൂടി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. അവർ തങ്ങളുടെ വൈദിക പഠനത്തിൻ്റെ ഭാഗമായ വർക്ക് ക്യാമ്പിലാണിപ്പോൾ. സ്നേഹോത്സവം എന്നാണ് ഈ വർക്ക് ക്യാമ്പിനെ അവർ പേരിട്ട് വിളിക്കുന്നത്. അവരെല്ലാവരും ഒന്നിച്ചുകൂടി അധ്വാനത്തിൻ്റെ മഹത്വം ഉത്സവമാക്കി മാറ്റുകയാണ്. ജോലിയുടെ ഇടയിൽ അല്പം ഒന്ന് വിശ്രമം എടുക്കുന്ന വേളയിൽ സ്നേഹോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വൈദിക വിദ്യാർത്ഥിയായ ബ്രദർ മാർട്ടിൻ ഞങ്ങളോട് പങ്കുവച്ചു. അതിങ്ങനെയാണ്. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങൾ മുഴുവൻ ഫിലോസഫിയും തിയോളജിയും, അതായത് ദൈവശാസ്ത്രം തത്വശാസ്ത്രം കൊണ്ട് മുഴുവനായിട്ട് 90ഓളം ബ്രദേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യാനുള്ളത്. ഞങ്ങളിവിടെ 3 ദിവസം നമ്മൾ വർക്ക് തുടങ്ങിയിട്ട് ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങി അടുത്ത ശനിയാഴ്ച ഉച്ചവരെയാണ് നമ്മൾ വർക്ക് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കൈനടി ഇടവകയിൽ ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവമാണ്. കാരണം സ്നേഹോത്സവം എന്നാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഈ വർക്ക് ക്യാമ്പിൻ്റെ പേര് തന്നെ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾ കരുവള്ളിക്കാടും കൈനേറ്റി പള്ളിയിലും അവിടെ ഇതുപോലെ തന്നെ ശ്രമകരമായ ഒരു വർക്കുകൾ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. എന്നാലും ഈ വർഷം ഞങ്ങളിവിടെ കൈനടി ഇടവകയിൽ ഒരു സ്കൂൾ ബിൽഡിംഗ് പൊളിച്ച് അതിന് സ്കൂൾ ഗ്രൗണ്ട് വിദ്യാർത്ഥികൾക്ക് കളിക്കാനായിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ വേസ്റ്റൊക്കെ ഒന്ന് തട്ടി അത് ക്ലിയർ ചെയ്ത് സ്കൂൾ ഗ്രൗണ്ടായിട്ട് റെഡിയാക്കി എടുക്കാമെന്നാണ് ഞങ്ങളുടെ ജോലി. അപ്പം 3 ദിവസമായിട്ട് പണി ഇങ്ങനെ പുരോഗമിച്ച് പോകുന്നു. എല്ലാവരും നല്ല സഹകരണമാണ്. കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരും പിതാക്കന്മാരും ഞങ്ങളുടെ ഇടയിൽ സന്ദർശിക്കുക, ഞങ്ങളോട് ചേർന്ന ഒരു ഒത്തൊരുമയോടെ ഒരു സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മ നിർത്തിക്കൊണ്ട് ഞങ്ങളോട് വർക്ക് ചെയ്യാൻ അവരുണ്ടായിരുന്നു. അവരുടെ ഊർജ്ജവും അവരുടെ സഹകരണമൊക്കെ ഞങ്ങൾക്കും കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു കൂടുതലൊരു ഉത്സാഹമൊക്കെ ഞങ്ങൾ അവർ ജനിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് തൊഴിലാളി ദിനം കൂടിയാണ്. അതെ തീർച്ചയായിട്ടും. അത് പിതാവ് വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു, അതായത് തൊഴിലാളി ദിനത്തിൽ ഇങ്ങനെ ഞങ്ങളോട് ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അച്ഛന്മാർ 2 വന്നപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു, തൊഴിലാളി ദിനത്തിന് വർക്ക് ചെയ്താൽ നിങ്ങളോട് വരാൻ സാധിച്ചതിന് സന്തോഷമാണെന്ന് പറഞ്ഞു. ഒരുമിച്ച് എല്ലാ അവരും ഞങ്ങളോട് സഹകരിച്ച് വർക്ക് ചെയ്യുകയുണ്ടായി. എവിടെ നിന്നൊക്കെയുള്ള ബ്രദേഴ്സാണ് നിങ്ങൾ കൂടുതലുള്ളത്? കൂടുതലും നമ്മളിപ്പോഴത്തെ 2 ഫിലോസഫി തിയോളജി വെച്ചാൽ കൂടുതലായിട്ടും കുട്ടനാട്ട് ഭാഗത്തു നിന്നുള്ള ബ്രദേഴ്സാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ളത്. പിന്നെ കൂടുതലും ബ്രദേഴ്സ് കുട്ടനാട് ഭാഗത്തു നിന്നാണെങ്കിലും തിരുവനന്തപുരത്തു നിന്നും മറ്റു കോട്ടയം ഭാഗത്തു നിന്നും ബ്രദേഴ്സ് നമ്മളിവിടെ ഉണ്ട് വർക്ക് ചെയ്യാൻ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് റോമിൽ നിന്നുള്ള ബ്രദേഴ്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഒരു ബ്രദർ മാത്രം യാദൃശികമായിട്ട് അദ്ദേഹത്തിന് നാട്ടിൽ വരേണ്ടത് കൊണ്ട് അന്നേരം ഒരു 3 വർഷമൊക്കെ അവർ റോമിലോട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 3 വർഷം, എന്നാലും യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചുകൊണ്ട് ഒരു മുമ്പ് ഞങ്ങൾ കണ്ട് കേട്ടിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് പുള്ളി ഞങ്ങളോട് കൂടെ വന്ന് 2 ദിവസം വന്ന് വർക്ക് ചെയ്യാനും റോമിലുള്ളവർക്ക് ഫോട്ടോസൊക്കെ അയച്ചെടുത്തപ്പോൾ അവർക്കും കുറച്ച് പഴയകാല നൊസ്റ്റാൾജിയ വരുന്ന പോലെ കുറച്ച് അതൊക്കെ അവരും പറയുകയുണ്ട്. അന്നേരം അദ്ദേഹം വന്ന് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ഊർജ്ജമായിരുന്നു. അത് സന്തോഷമായിരുന്നു, നല്ലൊരു സന്തോഷമാണ്. താങ്ക് യു. അതുപോലെ ഈ വർഷം ഡിസംബറിൽ പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന തോമസ് ബ്രദറും ഞങ്ങളോട് സംസാരിച്ചു. എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഒരു സമയമാണ്. അപ്പോൾ ഇച്ചിരി സ്റ്റഡിയുടെ സ്ട്രെസ്സൊക്കെ മാറി ഒന്ന് കൂളാകുന്നൊരു സമയം കൂടാണിത്. അതുകൊണ്ട് തന്നെ ബ്രദേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് സ്നേഹോത്സവം എന്നാണ്. സ്നേഹോത്സവം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ പിതാവ് തന്നെ. എത്ര വർഷമായി വർക്ക് ക്യാമ്പ് സ്നേഹോത്സവം തുടങ്ങിയിട്ട്? ഇത് 1985-ലാണ് തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെയുള്ള എല്ലാ വർഷവും ഇത് തുടർന്നു പോകുന്നുണ്ട്. നമ്മുടെ കോവിഡ് എന്ന സമയത്ത് മാത്രമേ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയത്. അതിനുശേഷം വീണ്ടും തന്നെ തുടങ്ങി. ഓക്കെ, അങ്ങനെ വിജയകരമായി പോകുന്നു. ബ്രദർ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, ഈ വർക്ക് ക്യാമ്പ് ആരംഭിക്കുന്നത് 1985-ൽ പൗവത്തിൽ പിതാവാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്നേഹോത്സവത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ രാജ്യത്തിന് വെളിയിൽ നിന്ന് പോലുമുള്ള വൈദിക വിദ്യാർത്ഥികൾ, രൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ച് കൂടി ഒരു സമൂഹമായി ഒരാഴ്ചക്കാലം വർക്ക് ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ക്യാമ്പ് നടക്കുന്നത് ഒരുപക്ഷെ സ്വന്തം രൂപതയിൽ തന്നെ ആവാം, അല്ലാതിരിക്കാം. ഇന്ന് അവർ ഉള്ളത് കൈനടിയിലെ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ദേവാലയത്തിലാണ്. ഇടവക മുഴുവൻ ഇവരോടൊപ്പം ചേർന്ന് സ്നേഹോത്സവം ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. ഇടവകക്കാരനായ ജോസൂട്ടി ചേട്ടൻ, ഇടവകയിലെ കൈക്കാരൻ കൂടിയാണ് ചേട്ടൻ പറയുന്നത് കേൾക്കൂ. ഇടവകയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. കാരണം മുന്നോട്ട് വരുമ്പോൾ പുതിയ വികാരിമാരായിട്ട് വരേണ്ട ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളായിട്ട് ഇവരെ കരുതുന്നു. ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായിട്ടും അവരോട് ആവശ്യപ്പെട്ട് അവരുടെയും കൂടെ ആഗ്രഹപ്രകാരം അവരുടെ ആരോഗ്യത്തിന് ചേരുന്ന ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണമായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവരുടെ പങ്കുചേരുന്നുണ്ട്? തീർച്ചയായിട്ടും ഇടവക്കാരാണ്. കുറേ ആൾക്കാരെല്ലാം നിൽക്കുന്നവരെല്ലാം ഇടവക്കാരാണ് നിൽക്കുന്നത്. നമ്മുടെ സഹോദരികളുണ്ട്, അവരപ്പുറയുണ്ട്. ഒരു പാചകത്തിൻ്റെ രംഗത്താണ്, അരിയുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഇടവകയെ സംബന്ധിച്ചൊരു ഉത്സവമാണ്. എല്ലാവരും ഞങ്ങൾ കൂടി സഹകരിക്കുന്നു, ഇവരോടൊപ്പം ഞങ്ങൾ സഹകരിക്കുന്നു. ആത്മാർത്ഥമായ സഹകരണങ്ങൾ നാളെ കൊണ്ട് കഴിയുമെങ്കിലും ശനിയാഴ്ച ഇവരൊക്കെ ഒരു ചെറിയ ഒരു ടൂർ പാക്കേജ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതുവഴി പോയി കാവാലം, ലിസിയോ പള്ളി, പഴയ ചരിത്രം ഉറങ്ങുന്ന ചിത്തിരപ്പള്ളി, ബോട്ടിങ്, യെസ്,
അതിനുശേഷം 6 ബ്ലോക്കിൽ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് വരെ നമ്മൾ നാളെ കഴിഞ്ഞത്തേക്ക് വായിക്കുകയും ഇവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം. ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്നൊരു കാര്യമുണ്ട്. വാട്ട് എവർ യു ഡു വർക്ക് ഹാർഡ്ലി ആസ് ഫോർ ദി ലോഡ് ആൻഡ് നോട്ട് ഫോർ മെൻ. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിനെന്ന്. ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ബ്രദർ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായാണ് ആചരിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം തന്നെ അവരോടൊപ്പം ഒരാളായി പങ്കുചേരാൻ സാധിച്ചതിൻ്റെ സന്തോഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. പിതാവിൻ്റെ വാക്കുകളിലേക്ക്. ഈ വർക്ക് ക്യാമ്പ് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മുടെ അതിരൂപതയുടെ വിദ്യാർത്ഥികൾ, അത് വൈദിക വിദ്യാർത്ഥികൾ വിവിധങ്ങളായ സെമിനറികളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് വരികയും ഒരു കൂട്ടായ്മയായിട്ട് രൂപപ്പെടുകയും അതിരൂപതയുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ കായികമായ അധ്വാനത്തിലൂടെയും അതുപോലെ അജപാലനപരമായ പരിശീലനത്തിലൂടെയും എല്ലാം സഹകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളത്. വളരെ ശ്രമകരമായി കൈനടിയിൽ സ്കൂളിൻ്റെ ഒരു ബിൽഡിങ് പണിതുയർത്തിയപ്പോൾ മറ്റൊരു പഴയ ബിൽഡിങ് പൊളിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ ആ ജോലി ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് അവർ നികത്തുകയാണ്. വളരെ ആവേശത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഇത് കേവലം ഒരു ജോലി എന്നുള്ളതിനേക്കാൾ ഒരു വലിയ പരിശീലനമാണ്. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെല്ലാം. കാരണം ഇവരെല്ലാം ചങ്ങനാശ്ശേരി അതിരൂപത എന്ന ഒരു കുടുംബത്തിൻ്റെ മക്കളായിട്ട് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഈ പ്രകാരത്തിലുള്ള കൂട്ടായ്മകൾ, ഒരുമിച്ച് കൂടലുകളെല്ലാം അവരെ ഏറെ സഹായിക്കുകയാണ്. അതാണ് നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളരാനായിട്ട് ഇടവകാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഇതൊരു വലിയ ഉത്സവമായിട്ട് മാറി. പിതാവിനോടൊപ്പം ഇറങ്ങുന്നുണ്ടോ? ഞാൻ ഇറങ്ങണമെന്ന് കരുതി വന്നതാണ് ജോലി ചെയ്യാനായിട്ട്. നോക്കാം നമുക്ക്. വടവാതിൽ, ആലുവ, കുന്നോത്ത് തുടങ്ങി ഇന്ത്യയിലെ വിവിധ സെമിനാറുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ദിവസം. വീട് സന്ദർശനമുണ്ട്, വാർഡ് കൺവെൻഷനുകളുണ്ട്. അതുപോലെ 150ഓളം വൈദികർ ഇവിടെ സന്ദർശനത്തിനായിട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട്, വഴി, ഇങ്ങനെയുള്ള നാടിനാവശ്യമുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. വളരെ ഉപകാരപ്രദമായ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കരുതലായിട്ട് ഈ വർക്ക് ക്യാമ്പിനെ കാണുകയാണ്. MJTVക്ക് കൈനടി ഇടവകയുടെ നാടിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും വിദ്യാർത്ഥികളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യും. കാസ പിടിക്കുന്ന കൈകൾ എന്നും അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവ ശാരീരികവും മാനസികവുമായ ഏത് കല്ലും ചുമക്കാൻ പാകപ്പെട്ടവയായിരിക്കും. ഏറെ അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന കർത്താവിൻ്റെ പുരോഹിതരാകുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബൈബിൾ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. ദൈവത്തിന് സ്തുതി.